ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയേക്കാൾ സോഫ്റ്റായ ഒരു നല്ല അപ്പമാണ്. കണ്ടാൽ ഇഡ്ഡലിയാണെന്നേ തോന്നും, പക്ഷേ ഇതിൻ്റെ കൂട്ടെല്ലാം വേറെയാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. 2 ഗ്ലാസ് പച്ചരി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിടാം. ഇനി അരി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ഇട്ടാണ് അരയ്ക്കേണ്ടത്. പിന്നെ ഇതിലൊഴിക്കാൻ 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കണം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇടാം. മധുരം കൂടുതലായി വേണമെങ്കിൽ അത് നിങ്ങൾക്കിടാം. ഞാൻ കുറച്ച് മധുരമേ ഇടുന്നുള്ളൂ. ഇനി ആ കുതിർത്തിയ ഈസ്റ്റ് അരച്ച മാവിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി വയ്ക്കാം. എല്ലാം കൂടി ഇളക്കിയ ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഞാൻ രാത്രി ആകുമ്പോൾ ഇളക്കി വെച്ച് രാവിലെയാണ് എടുത്തത്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. എപ്പോഴും ഇളക്കി വയ്ക്കുമ്പോൾ വലിയ പാത്രത്തിൽ ഇളക്കി വയ്ക്കണം, അല്ലെങ്കിൽ അത് പൊങ്ങി പുറത്തു പോകും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ചെറുതായി ഇളക്കി ഇത് ആവിയിൽ ചുട്ടെടുക്കാം. ഇനി കുഴിയുള്ള പാത്രങ്ങളിൽ നെയ്യ് തേച്ച് മാവ് 1/4 ഭാഗം ഒഴിച്ച് ആവിയിൽ വേവിക്കാം. ഇത് കഴിക്കാൻ മസാലക്കറിയോ ഇറച്ചിക്കറിയോ ഒക്കെയാണ് നല്ലത്. ഇത് നിങ്ങളുടെ വീട്ടിൽ ആവി കയറ്റാൻ പറ്റിയ പാത്രങ്ങൾ ഏതാണ് ഉള്ളത് എങ്കിൽ അതിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. കറികൾ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ചമ്മന്തി ആയാലും മതി. ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ അപ്പമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.